രാഹുൽ മാങ്കൂട്ടത്തിന് ക്രൂശിക്കാൻ മുമ്പിൽ നിന്ന ആളുകളുടെ ചീട്ടുകൾ ഇപ്പം കീറിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണം, പാലക്കാടിൻ്റെ മണ്ണിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ രാഹുലിനെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം ചാനലിലൂടെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മമ്മൂട്ടി വയനാട് ജില്ലാ സെക്രട്ടറിയെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിക്കെതിരെ മമ്മൂക്കക്കെതിരെ ഭയങ്കര സൈബർ ആക്രമണം എന്നൊക്കെയാണ് പറയുന്നത്. എവിടെയാണ് സൈബർ ആക്രമണം നടക്കുന്നത്? ഇതൊക്കെ PR ടീമുകൾ അവിടെ ഇവിടെ എഴുതി ഉണ്ടാക്കി വിടുന്നതും കുത്തിയിടുന്നതും കമൻറ്റുകളാണ്, അല്ലാതെ വേറൊന്നുമല്ല. മമ്മൂക്ക അവിടെ എന്താണ് സംസാരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ഇതിലൂടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതിലൂടെ പണ്ടൊക്കെ പിന്നെയായിരുന്നു. ഇപ്പം അപ്പം സ്പോട്ടിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് സുജയ പാർവതി ഇങ്ങനെ ഓരോ ആളുകൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ആളുകളെ ചീട്ട് കീറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജില്ലാ സെക്രട്ടറി, ഈ വയനാട്ടിലെ ജില്ലാ സെക്രട്ടറി സിദ്ദീഖ് ഈ ചൂരൽമലയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മാസമായി കാണത്തില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ വലിച്ചു കീറി ഒട്ടിക്കിച്ച് ഘോഷിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമൊന്നും നമ്മൾ ആരും മറന്നു കാണത്തില്ല. എന്താണ് ഈ പുള്ളി പറഞ്ഞിട്ടുള്ളത്? ഈ പുള്ളി പറഞ്ഞിട്ടുള്ളത് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടു നടക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനവും അവിടെ പിരിച്ച പൈസ എടുത്ത് പുട്ടടിച്ചെന്നും ആ പൈസ എവിടെ പോയെന്നൊക്കെ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെതിരെ മോശമായിട്ട് ഒരാളെ ക്രൂശിക്കുന്ന രീതിയിൽ സംസാരിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളൊരിത്. ഇപ്പോൾ അതേപോലെ പുള്ളിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിനെ ആരൊക്കെ ക്രൂശിച്ചോ അവർക്കൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുവാണ്. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു പോസ്റ്റ് വായിക്കാം. മമ്മൂക്ക പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് ആളുകൾ വിചാരിക്കില്ലേ? ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ വയനാട് CPIM ജില്ലാ സെക്രട്ടറിയോട് അതിർത്തി പ്രകടിപ്പിച്ച് മമ്മൂക്ക. ഈ സംഭവത്തിൽ നിങ്ങൾ ആർക്കൊപ്പമാണ്? ഞാൻ മമ്മൂക്കയ്ക്കൊപ്പമാണ്. അല്ലാതെ ഇതിനകത്ത് മമ്മൂക്കയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. പുള്ളി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? പുള്ളി സ്വന്തം ഇഷ്ടപ്രകാരം പുള്ളിക്ക് സ്വന്തം അഭിപ്രായത്തോടെയാണ് പുള്ളി അവിടെ പോകുന്നത്. അല്ലാതെ ഒരു പാർട്ടി വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ സമ്മർദ്ദത്തിലോ അല്ല അവിടെ പോകുന്നത്. പുള്ളി എന്നിട്ടും പറഞ്ഞാണ്, ഞാൻ വരുന്ന കാര്യം ആരെടുത്തും നിങ്ങൾ പറയില്ലേ എന്ന് പറഞ്ഞാണ്. എന്നിട്ടും ഇവരത് പറഞ്ഞു വരുത്തിയിട്ട് ഇവരതൊരു മുതലെടുക്കാൻ നോക്കി. ഇത് ഇവരെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നോക്കി. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പം ഞാൻ ആ വീഡിയോ കണ്ടതാണ്. ആ വീഡിയോക്കകത്ത് സിദ്ദീഖ് മമ്മൂക്കയുടെ പുറകെ നിന്നിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പോലും സംസാരിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ വന്ന് ഫോട്ടോ എടുക്കാനും മമ്മൂക്കയോട് സംസാരിക്കാനും അടുത്ത് വരുമ്പോഴേ പുള്ളി കൈ തട്ടി മാറ്റിക്കളയാണ്. അത് മമ്മൂക്ക വരെ പല സമയത്ത് ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പം അവസാനം അത് ഓവറായപ്പോൾ മമ്മൂക്ക പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എൻ്റെ കൂടെ നടക്കുന്നത്? എനിക്ക് തന്നെ പുള്ളിയുടെ കൂടെ എന്തിനാണ് നടക്കുന്നത്? പുള്ളിക്ക് തന്നെ നടക്കാറിയാം. അതുമാത്രമല്ല, ജനങ്ങൾ തെറ്റിദ്ധരിക്കും. ഇതൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം നടത്തിയ പരിപാടിയാണോ, ഒരു പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണോ എന്നൊക്കെ ജനങ്ങൾ തെറ്റിദ്ധരിക്കും. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ തെറ്റിദ്ധരിക്കും. പിന്നെ എല്ലാവരും കൂടെ മമ്മൂക്കയുടെ മണ്ടയിലോട്ട് പൊങ്കാലയിടും. അപ്പോൾ അതുണ്ടാവാതിരിക്കാനും, എന്നിട്ടും മമ്മൂക്ക പബ്ലിക്കിലല്ലത് പറയുന്നത്, പുള്ളിയുടെ ചെവിയിലോട്ടാണത് പറയുന്നത്. അപ്പം എന്തായാലും അതിനകത്ത് ഞാൻ മമ്മൂക്കയുടെ കൂടെ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇവിടെ ഞാനിനി ആ ഒരു വീഡിയോ ഇവിടെ കൊടുക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കേ, നിങ്ങളൊന്ന് കേട്ട് നോക്കും മമ്മൂക്ക പറയുന്നത്. മമ്മൂക്ക അതിനകത്ത് മോശമായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. നിങ്ങളെന്തിനാണ് എപ്പോഴും എൻ്റെ പുറകെ നടക്കുന്നത്? ജനങ്ങൾ തെറ്റിദ്ധരിക്കും. ഒരു പാർട്ടിയുടെ പരിപാടിയല്ലല്ലോ, പബ്ലിക്കിൽ നടക്കുന്ന പരിപാടിയാണെന്ന്. അതുകൊണ്ട് നിങ്ങളൊന്ന് മാറി നടക്കൂ അല്ലെങ്കിൽ മാറി നിൽക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ്? എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക് വീഡിയോ. ഓക്കെ, കണ്ടല്ലോ. ഇനി ഞാൻ കുറച്ച് പോസ്റ്റുകൾ ഇവിടെ ഞാൻ വായിക്കാം. കുറേ കുരു പൊട്ടിയിട്ട് കുറേ ആളുകൾ കുറേ പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് മുമ്പേ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ സിദ്ദീഖ് പബ്ലിക്കിൽ വന്നിട്ട് ക്രൂശിക്കുന്നൊരു വീഡിയോ ഉണ്ടല്ലോ. പുള്ളി രാഹുൽ മാങ്കൂട്ടം അവിടുത്തെ പിരിച്ച പൈസ എടുത്ത് പുട്ടടിച്ചെന്നും കോൺഗ്രസ് പ്രസ്ഥാനം അത് ചെയ്തെന്നും. ഞാൻ ഒന്നത്തൊക്കെ ഞാൻ പറയാം, ഞാനിവിടെ ഒരു പാർട്ടിയിലെയും അംഗമല്ല, കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അംഗമല്ല, കമ്മ്യൂണിസ്റ്റിൻ്റെ അംഗമല്ല, BJPയുടെ അംഗമല്ല. പക്ഷേ നമ്മൾ കാണുന്നത്, നമ്മളൊരു അരിയാഹാരം കഴിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ സത്യത്തിൻ്റെ കൂടെ ഒന്ന് സംസാരിക്കണമല്ലോ. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇതൊക്കെ സംസാരിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അതല്ലാതെ ഒരു പ്രസ്ഥാനത്തിന് മാത്രം ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോകല്ല.
ഏറ്റവും കൂടുതൽ ഞാൻ വിമർശിച്ചിട്ടുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട് ഈ വി.ഡി. സതീശനും ഈ രമേശ് ചെന്നിത്തലയും ഈ കുറേ കിളവന്മാരൊക്കെ എന്തൊക്കെയാണ് ഈ പാർട്ടിയിൽ കയറിയെന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് അല്ലേ, ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നവർ വിചാരിക്കും ഞാൻ ചിലപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനായിരിക്കുന്നു, ചിലപ്പം വേറെ ആളുകൾ വിചാരിക്കും ഞാൻ ചിലപ്പോൾ ഇന്നൊരു പാർട്ടിക്കാരനാണെന്ന്. ഒരിക്കലും സത്യം എവിടെ ഉണ്ടോ അതിനൊപ്പം നിന്നേ ഞാൻ സംസാരിക്കുന്നുള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിവിടെ നിഖില സി എന്ന് പറഞ്ഞ ഒരു ഐഡിയിൽ നിന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, പ്രിയപ്പെട്ട മമ്മൂട്ടി, അയാൾ നിങ്ങളുടെ പുറകെ അല്ല വന്നത്, സത്യത്തിൽ നിങ്ങളാണ് അയാളുടെ പുറകെ വന്നത്. വയനാട് ദുരന്തം നടന്നത് മുതൽ ദുരന്തമുഖത്ത് ആദ്യം ഓടിയെത്തി അവശേഷിക്കുന്ന മനുഷ്യരെ ജീവിതത്തിലേക്ക് കൈപിടിക്കുമ്പോൾ അയാൾ ആരുടെയും ആളല്ലായിരുന്നില്ല, എല്ലാവരുടെയും ആളായിരുന്നു. ആ നിലയ്ക്ക് അവിടെ അവസാനം വന്നത് നിങ്ങളാണ്, അല്ലാതെ അയാളല്ല. സത്യത്തിൽ മുന്നേ നടന്ന ഒരാളോട് പിന്നിലേക്ക് നിൽക്കാൻ പറഞ്ഞിട്ടും ഒന്നും പറയാതെ ആ മനുഷ്യൻ നിന്നത് നിങ്ങളെക്കാൾ എന്നും വളരെ മുന്നിലായത് കൊണ്ട് തന്നെയാണ്. വന്നതിന് നന്ദി. ഓക്കെ, അപ്പം മമ്മൂട്ടിയെ ക്രൂശിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഇവിടെ ഇട്ടേക്കുന്നത്. ഇതിനകത്ത് എവിടെയാണ് മമ്മൂട്ടി പിന്നിലേക്ക് നിൽക്കാൻ പറഞ്ഞത്? മമ്മൂട്ടി എന്താണെന്ന് പറഞ്ഞത്? നിങ്ങൾ എന്തിനാണ് അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് മാറി നടന്നൂടെ? മമ്മൂട്ടിയുടെ ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? മമ്മൂക്കയുടെ തോളിൽ ഇങ്ങനെ തട്ടി മമ്മൂക്കയുടെ സൈഡോട് ചേർന്ന് ഇങ്ങനെ നടക്കുന്ന ഒരു ജില്ലാ സെക്രട്ടറിയാണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇത് മുതലെടുക്കാൻ നോക്കി, അത്ര തന്നെ. അപ്പോൾ മമ്മൂക്കയുടെ പുറകെ നിൽക്കാനല്ല മമ്മൂക്ക പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. പുള്ളിക്ക് ഒറ്റയ്ക്ക് നടന്നുകൂടെ? എന്തിനാണ് മമ്മൂക്കയുടെ കൂടെ നടക്കുന്നത്? പുള്ളിക്ക് ഇപ്പോഴും 70 വയസ്സുണ്ടെങ്കിൽ പുള്ളിക്ക് ഒറ്റയ്ക്ക് നടക്കാനും ആവതുള്ളൊരു മനുഷ്യനാണ്. പിന്നെ എന്തിനാണ് പുള്ളിയെ താങ്ങിക്കൊണ്ട് നടക്കുന്നത്? അപ്പം അങ്ങോട്ട് മാറി നടക്കാനാണ് പറഞ്ഞത്. അല്ലാതെ ഈ ഒരു മമ്മൂട്ടി അവിടെ എത്തിയത് മുതൽ തീരുന്നത് വരെ മമ്മൂക്കയുടെ കൂടെ നടന്ന് ആ ഒരു ഉദ്ദേശശുദ്ധി എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. വേറെ ഒന്നും അതിനകത്ത് നമുക്ക് പറയാനില്ല. അപ്പം നിഖിലാസി ഇട്ട ഐഡിയ ആണ്. അടുത്തത് ശ്രീജിത്ത് പണിക്കർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ശ്രീജിത്ത് പണിക്കർ ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നെ ഒരു രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റാൻ ശ്രമിക്കരുത് എന്ന താക്കീതാണ് നടൻ മമ്മൂട്ടി അടുത്തു നിന്ന CPM വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖിന് നൽകിയത്. കറക്റ്റാണ് അല്ലേ? ഒരു രാഷ്ട്രീയ ഉപകരണമാക്കി പുള്ളിയെ മാറ്റാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി, അതുകൊണ്ടാണ് പുള്ളി അവിടെ പ്രതികരിച്ചത്. അത് മുതലെടുക്കാൻ ശ്രമിച്ചു, അല്ലാതെ വേറൊന്നുമല്ല. എന്നാൽ റഫീഖിൻ്റെ ഔചിത്യബോധത്തേക്കാൾ താഴെയായിപ്പോയി മമ്മൂട്ടിയുടെ ഔചിത്യബോധം എന്നതാണ് വസ്തുത. കൂടെ നിൽക്കരുതെങ്കിൽ അതാദ്യം പറയണം. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പരസ്യമായിട്ട് അധിക്ഷേപിച്ചത് ശുദ്ധ മര്യാദകേട്. ഇവിടെ എന്തോടെ മര്യാദകേട്? എന്താണ് മമ്മൂട്ടി അവിടെ പറഞ്ഞിട്ടുള്ളത്? മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞിട്ടുള്ളത്. മാധ്യമങ്ങൾ കേട്ടതിന് ഇപ്പോൾ പുള്ളി എന്ത് ചെയ്യാൻ പറ്റും? പുള്ളിക്ക് അല്ലെങ്കിൽ മമ്മൂക്കയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. മമ്മൂക്ക എല്ലാം ഓപ്പണായിട്ട് പറയേണ്ട സ്ഥലങ്ങളിൽ പറയേണ്ടത്, ആരുടെ മുഖത്ത് നോക്കിയാലും പറയണം. അത് പറയുന്ന ഒരു ടൈപ്പാണ് മമ്മൂക്ക. അല്ലാതെ മുമ്പിൽ നിന്നിട്ട് ചിരിച്ച് കാണിച്ച് പുറകെ നിന്നിട്ട് കണ്ണ് തൊലിച്ച് കാണിക്കുന്ന ടീമല്ല മമ്മൂക്ക. അതായത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ശ്രീജിത്ത് പണിക്കർ, താങ്കൾ ആദ്യം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. തന്നെ ഒരു രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റാൻ ശ്രമിക്കരുത് എന്ന താക്കീതാണ് നടൻ മമ്മൂട്ടി അടുത്ത് നിന്ന് CPM വയനാട് സെക്രട്ടറി റഫീഖിന് നൽകിയത്. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് മാത്രമാണ് പുള്ളി അവിടെ പ്രതികരിച്ചത്. അല്ലെങ്കിൽ മമ്മൂക്ക അവിടെ നിന്ന് തിരിക്കുന്നത് വരെ ഈ ജില്ലാ സെക്രട്ടറിയുടെ ഷോ ഓഫ് അവിടെ കാണേണ്ട വന്നേനെ. ഓരോ മനുഷ്യനും അന്തസ്സുണ്ട്. മമ്മൂട്ടിയുടെ വയനാട് സന്ദർശനത്തിനേക്കാൾ വാർത്താ പ്രാധാന്യം ഈ ദാർഢ്യം കൊണ്ടുപോവുകയും ചെയ്തു. എന്ത് നേടാൻ? പുള്ളി എന്ത് നേടി? പുള്ളിയൊന്നും നേടിയില്ല. പുള്ളി അവിടെ പോയി, അവിടുത്തെ പരിപാടി കഴിഞ്ഞ് അവിടെ തിരിച്ച് വീട്ടിലേക്ക് പുള്ളി പോയി, അത്ര തന്നെ. ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇനി വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നല്ലോ, അത് ഞാനിവിടെ വയ്ക്കാം. ഈ സംഭവം തന്നെ, ഇപ്പം വയനാട് ചൂരൽമലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് റഫീഖ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചത്. വയനാട് ചൂരൽമല ഫണ്ട് പിരിവിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഹീന കൃത്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അന്ന്, ഇപ്പോൾ 1 മാസമായി കാണും, ഈ റഫീഖ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ ഇവിടെ നിന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കേട്ട് നോക്കേ. വയനാട് ചൂരൽമല ഫണ്ട് പിരിവിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഹീനകൃത്യങ്ങൾ അന്വേഷിക്കണമെന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ്. ചൂരൽമല ദുരന്ത ഫണ്ട് ശേഖരണത്തിന്റെ പേരിൽ പോലും അതിജീവിതയെ ദുരുപയോഗപ്പെടുത്തിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും ഏതെല്ലാം രീതിയിലാണ് കോൺഗ്രസ് ദുരന്തത്തെ ദുരുപയോഗം ചെയ്തതെന്നും റഫീഖ് പറഞ്ഞു. ചൂരൽമല ദുരന്തത്തിന്റെ പേരിൽ, ഫണ്ട് പിരിവിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള ഹീനകൃത്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കണം. കാരണം അത്രയും ഗുരുതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പണം വാങ്ങുകയും, അതിജീവിതയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുകയും അതേപോലെ തന്നെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തതായൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ ദുരന്തത്തിന്റെ പേരിൽ പോലും
ഹീനകൃത്യങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസും മാറിയിരിക്കുകയാണ്. വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം ശേഖരിച്ച ഓക്കെ, അപ്പോൾ എന്തായാലും റഫീഖ് പറഞ്ഞത് ഇതാണ്. അപ്പോൾ എന്തായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെയാണ് ഇപ്പോൾ പുള്ളിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചൂരൽമലയിലെ ഈ പറഞ്ഞിട്ടുള്ള അവിടെ മമ്മൂട്ടി പോയി അവിടെ മമ്മൂട്ടിയുടെ കൂടെ നിന്നിട്ട് അത് മുതലെടുക്കാൻ ശ്രമിച്ച റഫീഖിന് ഇപ്പോൾ വയറ് നിറച്ച് കിട്ടിയത് മമ്മൂട്ടിയുടെ വായിന്ന് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് മമ്മൂട്ടി അത് മനഃപൂർവ്വം പറഞ്ഞല്ല, പുള്ളിയുടെ ശൈലിയിൽ തന്നെ പറഞ്ഞതാണ്. പക്ഷേ എന്തായാലും അത് ഭയങ്കര ചർച്ചയായൊരു വിഷയം തന്നെയാണ്. ഇനി ഞാനിവിടെ 1-2 കമൻറ്റുകളിലൂടെ ഒന്ന് വായിക്കാം. അപ്പം ഷമീർ എന്ന് പറയുന്നത് പുള്ളി ഇട്ടേക്കുന്ന കമൻറ്റ്, സത്യം പറയാലോ ഇയാളെ ജീവിതത്തിലും സിനിമയിലും ഒരു സഖാവായി തോന്നിയിട്ടില്ല. ഒരു കാര്യത്തിലും നിവർന്നു നിന്ന് ഒരു അഭിപ്രായം പറയുന്നത് കേട്ടിട്ടില്ല. അധികാരവും പവറുമുള്ള ആളുകളെ സുഖിപ്പിച്ചും സ്വന്തം ആരാധകരായ പാവങ്ങളോട് പോലും മാടമ്പി സ്വഭാവം കാണിക്കുന്ന ഒരാൾ അത്രമാത്രം. എടോ ഷമീർ എന്ന് പറഞ്ഞ ഷമീർ ഗെരാഡ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇട്ടേക്കുന്നത്. ഇതിൽ ഞാനൊരു കാര്യം പെട്ട പുള്ളിയുടെ ക്യാരക്ടർ എല്ലാ മനുഷ്യർക്കും അവരേതായിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ കാണും. ഇപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കും പെരുമാറുന്നത്. അല്ല, പുള്ളി അങ്ങനെയാണ്. മമ്മൂക്ക എന്താണെന്നും എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. മമ്മൂക്കാരുടെ പെരുമാറുന്ന ശൈലിയും മമ്മൂക്കാരുടെ ആറ്റിറ്റ്യൂഡും എല്ലാം നമ്മൾക്ക് പണ്ട് തൊട്ടേ അറിയാവുന്നതാണ്. പിന്നെ ഇതിനകത്തൊന്നും പറയേണ്ട കാര്യമില്ല. പുള്ളിയുടെ ശൈലിയിൽ പറഞ്ഞു, അല്ലാതെ എന്താണ് ഇതിനകത്ത് ഇപ്പോൾ എന്താണ് ഇത്ര തെറ്റ്? പുള്ളിക്ക് തുറന്ന് പറയാൻ പുള്ളി അവിടെ പറഞ്ഞില്ലെങ്കിൽ എന്തെന്നറിയോ, ഇതിലും വലിയ ഒരു സൈബർ അറ്റാക്ക് തന്നെ പുള്ളി നേരിടേണ്ടി വന്നേനെ. ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് കുരുപൊട്ടിയ ടീമുകളുടെ കുറച്ച് കമൻറ്റുകളും കുറച്ച് പോസ്റ്റുകളും നമ്മൾ കാണാനിടയുള്ളൂ. പക്ഷേ മമ്മൂക്ക ആ ഒരു പരിപാടിയിൽ നിന്ന് വന്നതിന് ശേഷം ഈ പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു ജില്ലാ സെക്രട്ടറിയോട് ആ ഒരു കാര്യം പറഞ്ഞില്ല എങ്കിൽ മമ്മൂട്ടി വണ്ടി കയറുന്നത് വരെ അയാൾ മമ്മൂട്ടിയെ വെച്ച് അങ്ങാര് മുതലെടുക്കാൻ ശ്രമം നടത്തിയേനെ. അങ്ങാര് മമ്മൂട്ടിയെ വിറ്റ് മുതലെടുത്തേനെ, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാം. മമ്മൂക്കാക്ക് അത് നല്ല രീതിയിൽ മനസ്സിലായതുകൊണ്ട് മാത്രമാണ് മമ്മൂക്ക അത് മുമ്പേ കൂട്ടി പറഞ്ഞത്. അല്ലെങ്കിൽ മമ്മൂക്ക വണ്ടി എത്തി വീട്ടിൽ എത്തുന്നതിന് മുമ്പേ പല പ്രശ്നങ്ങളുണ്ടായേനെ. എല്ലാവരും പറഞ്ഞേനെ ആ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് മമ്മൂക്ക അവിടെ പോയത്, ഇതൊരു പാർട്ടി പരിപാടിയാണ്, ഇതാണ് എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കായെ ഒരുപാട് പേര് ക്രൂശിച്ചേനെ. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മമ്മൂക്ക അത് തന്ത്രപൂർവ്വം മുമ്പേ അത് വരാനിരിക്കുന്ന ആപത്ത് മുമ്പേ കൂട്ടി കണ്ടത് മനസ്സിലാക്കി മമ്മൂക്ക അത് ക്ലിയർ ചെയ്തത്. ഇനി സലാം FC എന്ന് പറഞ്ഞൊരു ഐഡിയിൽ നിന്നിട്ടേക്കുന്ന കമൻറ്റ്, വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവുന്നത് മമ്മൂക്ക അത് പറയാൻ കാരണം LDFിൻ്റെ അത് തന്നെ LDFിൻ്റെ പരിപാടിയല്ല. കൂടെ നിന്നാൽ ജനങ്ങൾ വിചാരിക്കും LDFിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി മമ്മൂക്ക വന്നതാണെന്ന്. മമ്മൂക്ക അവിടെ പോയത് ഒരു VIP-യും അറിയിച്ചിട്ടില്ല. ആരെയും അറിയിക്കാതെ പോകണം തോന്നിപ്പോയി. അങ്ങനെ മമ്മൂക്ക വന്നത് മുതലെടുക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടും ജനങ്ങൾക്ക് സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ചു വന്നതാണ് എന്ന് തോന്നിയിരിക്കാനുള്ള അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മമ്മൂക്ക പറഞ്ഞതെന്നാണ് പറയുന്നത്. മുഖ്യവേദിയിൽ വെച്ച് അബ്ദുൾ റബ്ബിനോട് നിലവിളക്ക് കത്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് നിങ്ങൾക്ക് അയാൾക്ക് തനക്കനമുള്ള ആളായും ജാടക്കാരനായും തോന്നിയില്ലല്ലോ. മനുഷ്യത്വം ഇല്ലാതെ സംസാരിച്ചു എന്നാണ് ചിലർ പറയുന്നത്. ഒരു MLA സ്റ്റേജിൽ കയറുമ്പോൾ കൂവാൻ ആളുകളെ കൂട്ടിയ നിങ്ങളുടെ മനുഷ്യത്വം അത് ശരിയാണ് കേട്ടോ. ആട് വിറ്റും കുടുക്ക പൊട്ടിച്ചും ഒരു ക്രിസ്റ്റി സാമുൽ എന്ന് പറഞ്ഞൊരു വ്യക്തി കമൻറ്റ് ചെയ്തേക്കുന്നത്, ആട് വിറ്റും കുടുക്ക പൊട്ടിച്ചും ഒരു നേരത്തെ ആഹാരം മാറ്റിവെച്ചും പാവങ്ങൾക്ക് സഹജീവികൾക്ക് വേണ്ടി നൽകിയ പണം 1 വർഷം അനക്കാതെ അടയിരുന്നിട്ട് വീട് വെച്ച് നൽകിയപ്പോൾ ഇതെല്ലാം അച്ചി വീട്ടിൽ നിന്നും സ്ത്രീധനം കിട്ടിയതാണെന്ന മട്ടിൽ തെളിഞ്ഞു നിന്നാൽ മമ്മൂട്ടി എന്നല്ല LKG കുട്ടികൾ വരെ ചോദിച്ചു പോകുന്ന ചോദ്യമേ മമ്മൂക്കയും ചോദിച്ചിട്ടുള്ളൂ. നിനക്കൊക്കെ നാണമില്ലേ എന്ന്. ഇവിടെ എന്ത് പറയണം എന്ന് നന്നായി അറിയാവുന്ന മനുഷ്യനാണ് മമ്മൂക്ക. അത് അയാൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ശരിയാണ്, കറക്റ്റാണ്. സ്റ്റേജിൽ വെച്ച് ഒരു കൊച്ചു സെൽഫി എടുക്കാൻ വന്നപ്പോൾ പിണറായി ഓടിച്ചു വിട്ടപ്പോൾ ആർക്കും സങ്കടമൊന്നും തോന്നിയില്ല അല്ലേ? ആ കൊച്ചിന് നാണക്കേടായി എന്നും ആരും പറഞ്ഞില്ല. അതൊക്കെ ശരിയാണല്ലോ. അങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരു കൊച്ചു സെൽഫി എടുക്കാനെ കൊണ്ട് ഉടനെ വന്നപ്പോഴത്തേക്ക് ആറ്റി ഓടിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ. ഇവിടെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഓക്കെ, ഇനി ചെകുത്താൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്ത ആളുകളും ഉണ്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പ് സഞ്ജു സാംസണെ പറ്റി ഇട്ടത് അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു വീഡിയോയ്ക്കകത്ത് സഞ്ജു സാംസൺ കേരളത്തെ രക്ഷിച്ചെന്ന് പറഞ്ഞൊക്കെ ഒരു വീഡിയോ ചെയ്തല്ലോ. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഇവൻ ഈ ഇട്ടേക്കുന്ന പോസ്റ്റിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. മമ്മൂട്ടി അയാളോട് പേഴ്സണലായിട്ട് പറഞ്ഞത് ക്യാമറാമാൻ ആൻഡ് മൈക്ക്
ലോങ് റേഞ്ച് റെക്കോർഡ് ആയതുകൊണ്ട് പൊതുജനം കേട്ടു. ശരിയാണ്, അത് ഓക്കെ, കറക്റ്റാണ്. ലോങ് റേഞ്ച് ആയതുകൊണ്ട് അത് പതിയാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം എത്രത്തോളം മമ്മൂട്ടി സ്വകാര്യമായിട്ട് പറഞ്ഞതാണെന്ന് ആ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അത് ലോങ് റേഞ്ച് മൈക്കിനൊക്കെ നല്ല ഇത് റെക്കോർഡിങ് ഇതുണ്ട്, പവറുണ്ട്. പതിയെ പറയുന്ന കാര്യം പോലും നമുക്ക് കേൾക്കാൻ സാധിക്കും. ലക്ഷങ്ങൾ വിലയുള്ള ക്യാമറകൾക്കൊക്കെ അങ്ങനെയാണ്. അപ്പം അല്ലാതെ മമ്മൂട്ടി പബ്ലിക്കായി അയാളെ ആക്ഷേപിച്ചിട്ടില്ല. മൈക്കിലൂടെ പൊതുജനം കേൾക്കണമെന്ന രീതിയിലല്ല, അതും വളരെ ശാന്തമായി സൗമ്യമായി തന്നെയാണ് മമ്മൂക്ക പറഞ്ഞത്. ഉള്ള കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ തലയിൽ കയറി ഇരുന്നാൽ മമ്മൂട്ടിയല്ല ആരായാലും പറയേണ്ടത് തന്നെയാണ് പറഞ്ഞത്. അയാൾ എന്തിന് തള്ളിക്കയറി വാലിൽ തൂങ്ങി നടക്കണം? ഇത്രയും പറഞ്ഞാൽ പോരെ ഇങ്ങനെ ഉള്ള വാലാട്ടികളെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ജില്ലാ സെക്രട്ടറിക്ക് ഓവറായിരുന്നു കേട്ടോ. ഓവറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിഞ്ഞ ഓവറായിരുന്നു. ഞാൻ ആ ഇത് കണ്ടതാണ്, വീഡിയോ കണ്ടതാണ്. അപ്പം മമ്മൂക്കയുടെ അടുത്തൊന്ന് വന്ന് സെൽഫി എടുക്കാൻ വന്ന ആളുകളെ പോലും ഈ ജില്ലാ സെക്രട്ടറി കൈ വെച്ച് തട്ടി മാറ്റുന്ന ഭയങ്കര ഒരു മോശമായിട്ടുള്ളൊരു. അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല. എത്ര ആളുകൾ തട്ടിക്കളയുന്നത് ഞാൻ കണ്ടതാണ്. അപ്പം ആ ആളുകൾക്കുണ്ടായിരിക്കുന്ന അപമാനം ആ ജില്ലാ സെക്രട്ടറിയെക്കാളും എത്രയോ വയസ്സിന് മൂത്ത ആളുകൾ ഞാൻ കണ്ടതാണ്. അപ്പോൾ അതിനൊന്നും ഒരു അപമാനത്തിനൊന്നും ഒരു പ്രശ്നമില്ലേ? നമുക്ക് ഇവിടെ അങ്ങനെ ഒരു കാര്യം മാറി നടക്കണം എന്ന് പറഞ്ഞതിനാണോ ഇപ്പം അപമാനമായിട്ട് തോന്നിയത്? രാഹുൽ രാജ് ഇട്ടേക്കുന്നൊരു പോസ്റ്റിന് പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറഞ്ഞ ശീലമുള്ളൂ മമ്മൂക്കാക്ക്. അത് അയാളുടെ സ്വഭാവമാണ്. അതിലാരും കുരു പൊട്ടിച്ചിട്ട് കാര്യമില്ല. ഓർക്കുക, മമ്മൂട്ടി കമ്മ്യൂണിസ്റ്റ് അനുഭാവി മാത്രമാണ്, അല്ലാതെ കമ്മികളുടെ അടിമയല്ല. ഓക്കെ, എന്തായാലും ഒരുപാട് പോസ്റ്റുകളുണ്ട്. എന്തായാലും കുരുപൊട്ടി ഒരുപാട് ആളുകൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാമൊന്നും ഞാനിവിടെ വെക്കുന്നില്ല. അപ്പോൾ എന്തായാലും എൻ്റെ പൂർണ്ണ പിന്തുണ മമ്മൂക്കായിരിക്കും. ഞാനൊരു കമൻറ്റ് കൂടെ വായിക്കാം. ഷജീർ എന്ന് പറഞ്ഞ പുള്ളി ഇട്ടേക്കുന്ന പാർട്ടിക്കാർ കൊടുത്തതല്ലല്ലോ, ലോകത്തുള്ള കേരളത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ വിഭാഗം ജനങ്ങളും കൊടുത്ത പൈസയല്ലേ, സർക്കാരിന് അതിനല്ലേ ടൗൺഷിപ്പ് വന്നത്, അത് കാണാനല്ലേ മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തിയത്. അപ്പോൾ ഇലക്ഷൻ അല്ലേ വരുന്നത് എന്ന് വെച്ച് ആരെങ്കിലും മുതലെടുക്കുമോ എന്ന് മമ്മൂട്ടിക്കൊരു സംശയം. അതുകൊണ്ടാണ് മമ്മൂക്ക അത് പറഞ്ഞത്. ശരിയാണ്, മുതലെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി അത് മുന്നേക്കൂട്ടി പറഞ്ഞത്. അല്ലാതെ മമ്മൂട്ടിക്ക് ഈ പറഞ്ഞിട്ടുള്ള ജില്ലാ സെക്രട്ടറിയോട് ഒരു വിരോധമോ അല്ലെങ്കിൽ ഒരു പുള്ളിയോട് ഒരു വൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ല എന്ന് ഇതിലൂടെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ചൊറിയാൻ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന് പബ്ലിക്കിൽ കൊണ്ടുവന്ന് ക്രൂശിക്കാൻ നിന്ന ആളുകൾക്കെല്ലാം ഇപ്പം ഓരോന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചീറ്റിങ് ഇങ്ങനെ കീറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ സുജയ പാർവതി കണ്ടല്ലേ, സുജയ പാർവതിയുടെ ഇത്രയും നാൾ നമ്മൾ സുജയ ഏഷ്യാനെറ്റിൽ ഇരുന്ന സമയത്ത് 24 ഇരുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടർ TV-ലിരുന്ന സമയത്തൊന്നും സുജയുടെ റിയൽ ഫേസ് ഇപ്പോൾ കുറേ ആളുകൾ ഇത് പറയുന്നുണ്ട്, വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ബിഗ് TV-ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയുണ്ട്. അത് സ്വന്തം ഇത്രയും നാളും പൊട്ടിയിട്ട് മേക്കപ്പ് ഇട്ട് അടിച്ച് ഞാൻ ഭയങ്കര സുന്ദരിയാണെന്ന് പറഞ്ഞ് നടന്ന ഒരാൾ ഒരു ഈ പറഞ്ഞിട്ടുള്ള ഒരു സുപ്രഭാതത്തി മേക്കപ്പ് ഒന്നും ഇടാതെ വന്ന് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമോ? ഇല്ല, നിൽക്കത്തില്ല. ഇവർ വെയിലത്തിറങ്ങുന്നില്ലല്ലോ. ഇവർ അന്ന് ബിഗ് TV-യുടെ ഒരു പരിപാടിക്ക് വെയിലത്തിറങ്ങി, അന്ന് ഇവരെ മേക്കപ്പ് എല്ലാം വെയിലത്തൊലിച്ചു പോയി. അതാണ് ഇവിടെ സംഭവിച്ചത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഇവർ റീസെൻ്റായിട്ടൊരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇവർക്ക് അത്രയും മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഈ റിപ്പോർട്ടർ TV ആണെങ്കിൽ 24 ഒക്കെ ഏഷ്യാനെറ്റൊക്കെ ഇവർക്ക് കൊടുത്തിരുന്ന മേക്കപ്പിൻ്റെ ഒരു പവർ ആലോചിച്ച് നോക്കി. എത്ര ലക്ഷം രൂപയുടെ മേക്കപ്പ് ആയിരിക്കും ഇവർക്ക് ഇട്ടുകൊണ്ടിരുന്നതെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എന്തായാലും അത്രയും തുക കൊടുത്തൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ എനിക്കൊന്ന് ബിഗ് TV-ക്ക് അത്രയും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്രയും കഴിവുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കിട്ടി കാണത്തില്ല, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിക്കാൻ മുമ്പിൽ നിന്ന ആളുകളെല്ലാം ഇപ്പോൾ ഈ സിദ്ദീഖിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സിദ്ദീഖ് കൊടുത്ത അതേ സ്ഥലത്ത് വെച്ച് തന്നെ സിദ്ദീഖിന് കിട്ടുകയും ചെയ്തു അല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലായാലും മറ്റേ കൂവലിൻ്റെ കേസിലായാലും തിരിച്ച് അതേപോലെ കിട്ടുകയും ചെയ്തു. അപ്പം അപമാനം എന്താണെന്ന് പുള്ളിയും കൂടെ ഒന്ന് പഠിക്കട്ടെ. ഇപ്പോൾ മമ്മൂട്ടി ഇവിടെ അറിഞ്ഞുകൊണ്ട് അപമാനിച്ചെന്നല്ല പറയുന്നത്, മമ്മൂട്ടി അത് സാധാരണ പറയുന്നത് പോലെയാണ് പുള്ളി അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരെയും അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.